നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിൽ ജൂലൈ 4 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി. നൈജൽ ഫരാജിന്റെ റീഫോം യുകെ പാർട്ടി പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിയെ മറികടന്നുവെന്നാണ് റിപ്പോർട്ട്. G7 ഉച്ചകോടി നടക്കാനിരിക്കെ ഇറ്റലി പാർലമെന്റിൽ കൂട്ടത്തല്ല്. കൂടുതൽ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകാനുള്ള ബില്ലിനെതിരെയാണ് പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായത്. സൗദി അറേബ്യയുടെ എണ്ണ അമേരിക്കൻ ഡോളറിൽ മാത്രം വിൽപ്പന നടത്തുന്നതിനുള്ള അരനൂറ്റാണ്ട് പിന്നിട്ട കരാർ റദ്ദായി. ജൂൺ 9 അവസാനിച്ച കരാർ പുതുക്കേണ്ടെന്ന് സൗദി തീരുമാനിച്ചതോടെ ലോക സാമ്പത്തിക രംഗത്തുണ്ടാകാൻ പോകുന്നത് വൻ മാറ്റങ്ങൾ. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിനും വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തിയ ജീവനക്കാരെ ടെസ്ല തലവൻ ഇലോൺ മസ്ക് പിരിച്ചുവിട്ടെന്ന് ആരോപിച്ച് കേസ്. ജീവനക്കാരെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടെന്നാരോപിച്ച് സ്പേസ് എക്സിനും മേധാവി ഇലോൺ മസ്കിനുമെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഗർഭചിത്ര ഗുളികകളുടെ ഉപയോഗം നിയന്ത്രിക്കാനുള്ള കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കി US സുപ്രീം കോടതി. US പകുതിയിലേറെ ഗർഭചിത്രങ്ങൾക്കും ഉപയോഗിക്കുന്ന മിഫെപ്രസ്റ്റോൺ ഗുളികയുടെ നിയന്ത്രണമാണ് എടുത്തുകളഞ്ഞത്. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. 3 ദിവസത്തിനിടെ തുടർച്ചയായി 4 തവണ ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവരുമായി മോദി ചർച്ച നടത്തിയത്. കർണാടക മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ BS യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസിൽ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ബംഗളൂരു കോടതി. 17-കാരിയായ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് നടപടി. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായുള്ള വ്യോമസേനയുടെ വിമാനം കൊച്ചി വിമാനത്താവളത്തിലെത്തി. വെള്ളിയാഴ്ച രാവിലെ 10:30ഓടെയാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റിലേക്കുള്ള യാത്ര റദ്ദാക്കി. യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് മന്ത്രിയുടെ കുവൈറ്റ് യാത്ര മുടങ്ങിയത്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2024 ഒമാനെതിരെ ഇംഗ്ലണ്ടിന് ആധികാരിക വിജയം. സൂപ്പർ 8 സാധ്യത നിലനിർത്താൻ ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ മികച്ച നെറ്റ് റൺ റേറ്ററുടെ ഇംഗ്ലണ്ട് 8 വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.